الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം. കാലം പിന്നെയും പുതിയ ഒരു പ്രഭാതത്തിന് സാക്ഷിയാകുന്നു. ആയുസ് പിന്നെയും ദൈർഘ്യമായി കൊണ്ടിരിക്കുന്നു. ദിനരാത്രങ്ങൾ മാറി മറിയുന്നു. ഷഅബാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയും ഇന്നത്തോടുകൂടി വിട പറയുന്നു. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കകം വിശുദ്ധ റമളാനിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുന്നു. അനുഗ്രഹങ്ങൾ നിറഞ്ഞ സൃഷ്ടികളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുന്ന, അവരുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസം പകർന്നു നൽകുന്ന, ഒരുപാട് നന്മകൾക്ക് അവർക്ക് പ്രചോദനം നൽകുന്ന വിശുദ്ധമായ റമളാനിന്റെ മുന്നിൽ നമ്മളിപ്പോൾ നിൽക്കുന്നു. അതിഥി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഏറെ പുണ്യമുള്ളതാണ്. കടുത്ത ഡാർക്കേജ് യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അന്ധകാരം നിറഞ്ഞൊരു കാലമായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലേക്കുള്ള ഗമനത്തിന്റെ കാലം. കൊള്ളരുതായ്മകൾ അവിടെ ധാരാളമായിരുന്നു. മദ്യപാനം, വ്യഭിചാരം, കൊലപാതകം, ഇതൊക്കെ നിത്യ സംഭവമായിരുന്ന ഒരു കാലത്ത് അവർക്കിടയിൽ തൗഹീദുണ്ടാക്കി, വിശ്വാസമുണ്ടാക്കി, ദീനുണ്ടാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ദഅവത്ത് നടത്തി. പക്ഷെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. ജാഹിലിയ കാലത്തും അറബികൾക്ക് 4 ഗുണങ്ങളുണ്ടായിരുന്നു എന്നാണ്. അതിലൊന്ന് സത്യസന്ധതയാണ്. കളവ് അവർ പറയുന്നത് കുറവാണ്. മറ്റൊന്ന് കരാറ് പാലനമാണ്. വാഗ്ദാനം ചെയ്യുമ്പോൾ അത് പാലിക്കുക എന്നുള്ളതാണ് അന്നത്തെ അറബികളുടെ രീതി. കൂട്ടത്തിലൊന്ന് മാതാപിതാക്കളെ ആദരിക്കുകയാണ്.
ജാഹിലിയ്യ കാലത്ത് മാതാപിതാക്കൾക്കെതിരെ ഒരു വാക്കുപോലും അവർ പറയൂല. ചില യുദ്ധങ്ങൾ ഉണ്ടായതുപോലും മാതാവിനെ കൊണ്ട് ഒരു കടലാസ് താഴെ എടുപ്പിച്ചതിനൊണ്ടാണ് എന്ന് ചരിത്രം വായിക്കുന്നവർക്കറിയാം. രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം പോലും അങ്ങനെ ഉണ്ടാകുന്നു. അക്കൂട്ടത്തിലൊന്നാണ് അതിഥി സൽക്കാരം. ജാഹിലിയ്യ സംസ്കാരത്തിൽ പോലും അത് തെളിഞ്ഞു കാണുന്നു. ഈ 4 കാര്യങ്ങളും ഇസ്ലാം അങ്ങനെ തന്നെ 2 കയ്യും നീട്ടി സ്വീകരിക്കേണ്ടായത്. അതുകൊണ്ട് തന്നെ കടന്നു വരുന്ന വിശുദ്ധ റമളാൻ ഒരു അതിഥിയുടെ പരിവേഷം അതിനുണ്ട്. 11 മാസങ്ങൾക്കപ്പുറം കടന്നുപോയതാണ്. വീണ്ടും അത് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതാക്കും റമളാൻ ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായൊരു മാസം നിങ്ങൾക്ക് വരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മാസം പിറക്കുമ്പോ ഒരു മലക്ക് വിളിച്ചു പറയുന്നുണ്ട്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അഖ്സിർ. നന്മ ചെയ്യുന്നവനെ നീ മുന്നോട്ട് വരിക. അതേ സമയത്ത് വയാ ബാഗിയശ് ശർരി അഖ്സിർ, തിന്മ ശീലമാക്കിയവനെ നീ അതൊന്ന് കുറക്കുക. ആഗതമാകുന്ന മാസം പുണ്യമാണ് റമളാൻ. വഹുവ ശഹ്റു തറാവീഹി വസ്സിയാമി വദ്ദിക്രി വത്തസ്ബീഹ്. അത് ഒരുപാട് നന്മകൾ അല്ലാഹു ഒളിപ്പിച്ചു വെച്ച മാസമാണ്. പുണ്യനബിയുടെ ദുആയിൽ കാണാം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക. ഓരോ നിസ്കാരം കഴിയുമ്പോഴും അവിടുന്ന് ദുആ, റബ്ബേ നിന്നെ ഓർക്കാൻ നീ എനിക്ക് സൗഭാഗ്യം തരണം. നബിയുടെ ദുആയാണ്, അല്ലാഹ് എനിക്ക് നിന്നെ ഓർമ്മ വരണം. വശുക്കരിക്ക, നിന്നോട് നന്ദി കാണിക്കുന്നവനായി നീ എന്നെ മാറ്റണം. വഹുസ്നി ഇബാദതിക, നിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തണേ റബ്ബേ. റമളാൻ അതാ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് ശുദ്ധി വേണം. ശരീരത്തിന് മാത്രം പോരാ. വീട് മാത്രം അടിച്ചു വൃത്തിയാക്കിയത് കൊണ്ടായില്ല. വീട്ടിലെ ജനലിലെ പൊടിയൊക്കെ തുടച്ച്, ഗ്ലാസ്സിലെ പൊടിയൊക്കെ തുടച്ച് അതിങ്ങനെ സ്ഫടിക സമാനമായി തിളങ്ങിയത് കൊണ്ടായില്ല. അതിൻ്റെ പുറത്തൊരു നെഞ്ചിൻ്റെ അകത്തൊരു കൂടുണ്ട്, നമുക്കൊരു ഹൃദയമുണ്ട്. അത് തെളിയണം. അതുകൊണ്ട് എല്ലാ പണക്കവും മാറണം, ഒക്കെ ഇണങ്ങുന്നവരായി മാറണം. റമളാൻ വരികയാണ്. ഇപ്പോൾ ആളുകൾ അഭിമാനം പറയും, ഞങ്ങൾ 14 കൊല്ലമായി തെറ്റിയിട്ട് അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. എന്നിട്ട് ഈ 14 കൊല്ലത്തിൻ്റെ ഇടയിൽ ഉംറക്കൊക്കെ പോയിട്ടുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. അതിനിടയിൽ കണ്ണടഞ്ഞാൽ, അതിനിടയിൽ റൂഹ് പിരിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ എന്ന് ആരറിഞ്ഞു? ദുനിയാവിൽ നിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വിട്ടുവീഴ്ചകൾ ചെയ്യാതിരിക്കുമ്പോ അത്ര കാലുഷ്യവും അത്രമേൽ കാർക്കശ്യവുമുള്ള ഒരു മനസ്സിന്റെ ഉടമയാകാൻ എങ്ങനെ വിശ്വാസിക്ക് സാധിക്കും? അവന്റെ ഉള്ള് തേങ്ങണം, അവന്റെ മനസ്സ് വിതുമ്പണം. അവൻ മരണത്തെ ഓർത്ത് ഏത് നിമിഷവും ഭൂമിയിൽ നിന്ന് വിട പറയുന്നവൻ എന്ന ധാരണ വേണം. അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ മാറ്റണം. ബന്ധങ്ങളാകാം, കുടുംബങ്ങളാകാം, പാപ്പയാകാം, ഉമ്മയാകാം, ജ്യേഷ്ഠനാകാം, അനുജനാകാം, വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെൺകുട്ടിയാകാം. അവള് പോവുക, വീട്ടിൽ സ്വൈരല്ല, ഒരു സ്വൈരം ആ വീട്ടിൽ എനിക്ക് നിൽക്കാനില്ല. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന ബൾബുകൾ തിളങ്ങുന്ന മനോഹരമായൊരു വിവാഹം. ആളുകളൊക്കെ വന്നു, VIP-കൾ ഒരുപാട്, പരസ്പരം ആലിംഗനം, പരസ്പരം കൈപിടുത്തം, പരസ്പരം ബന്ധങ്ങൾ, സ്നേഹങ്ങൾ. പക്ഷെ ഈ മക്കള് കുടുംബജീവിതം തുടങ്ങിയപ്പോ കരഞ്ഞുപോയ എത്ര മനുഷ്യന്മാരുണ്ട്. സ്വപ്നം കണ്ടിട്ടാണ് ഈ മകൾ കടന്നുപോയത് മണിയറയിലേക്ക്. എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ ദീനുണ്ടെന്നാണ് അവനെ പറ്റി പറഞ്ഞത്. പക്ഷേ എങ്ങനെ ഒരു ഭാര്യയോട് പെരുമാറണം എന്നവൻ അറിഞ്ഞുകൂടാ. അവന്റെ കാർക്കശ്യവും അവന്റെ കാപട്യം നിറഞ്ഞ ജീവിതത്തിന്റെ കൂടെ റബ്ബേ ഇതെന്റെ വിധി എന്ന് കരുതി എത്ര പാവം മക്കൾ കണ്ണീര് വീഴ്ത്തുന്നുണ്ടെന്ന് ആരറിഞ്ഞു? നമ്മളെ കൊണ്ട് ഒരു മനുഷ്യന്റെ കണ്ണുനീര് ഭൂമിയിൽ വെറ്റി വീണാൽ അത് വെറുതെ ആവൂല.
മർദിതന്റെ പ്രാർത്ഥന പേടിച്ചോ, അവനും അല്ലാഹുവിനും ഇടയിൽ യാതൊരു മറയുമില്ല. അപ്പൊ അങ്ങനെ എന്തുണ്ടെങ്കിലും തീർക്കണം. തന്നെ കൊണ്ട്, തന്റെ വാക്ക് കൊണ്ട്, തന്റെ നോക്ക് കൊണ്ട്, തന്റെ പെരുമാറ്റം കൊണ്ട് ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ അതൊക്കെ പൊറുക്കാനും മറക്കാനും പറയാനുള്ള ഒരു ഈമാനികമായ ആവേശം ഈ റമളാനിന്റെ മുറ്റത്ത് നമുക്കുണ്ടാകണം. പണക്കം നിന്നലുള്ളൊന്നല്ല, മനുഷ്യയുള്ള കാലം മുതൽ പണക്കമുണ്ട്, പക്ഷെ ഇണക്കവുമുണ്ട്. സഹാബാക്കൾ പണങ്ങിയിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, ചിലര് പരസ്പരം മുന്തും തള്ളുണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. തെറ്റി നടക്കുമോ? എത്ര തെറ്റുക? 3 ദിവസം. ആ 3-ാമത്തെ ദിവസം ഒരു മണ്ടലും ഒരാലിംഗനവും ഉണ്ട്, ഒരു കണ്ണുനീരുണ്ട്. മനസ്സിന്റെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്ന ഏറ്റവും നല്ല ഒരു ശുഭമുഹൂർത്തമുണ്ട്. റസൂലുള്ള അങ്ങനെ അവരെ ട്രെയിൻ ചെയ്തത്. നിങ്ങൾ പണങ്ങിയ 3 ദിവസത്തിന്റെ ഉള്ളിൽ അടങ്ങണം. അതിനിടയിൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ പരലോകം ആര് കണ്ടു? അപ്പൊ ഈ 3 ദിവസം കഴിയുമ്പോൾ അവര് മുണ്ടും. അപ്പൊ അവർക്കൊരു മടി തോന്നും, ആരാപ്പ ഇങ്ങനെ ഇപ്പൊ മുണ്ടുക, എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു, ഇനി എങ്ങനെ മുണ്ടും? അപ്പൊ നബി ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക, മനോഹരമായൊരു ഉപദേശം. നിങ്ങളെ കൂട്ടത്തിൽ ആദ്യമായിട്ട് സലാം പോയി പറയുന്നവൻ അവനാണ് ഉത്തമൻ. നബിയുടെ വാക്ക് കേൾക്കുമ്പോ 2 പേർക്കും ആവേശമാകും. 2 പേരും താല്പര്യത്തോടെ അങ്ങോട്ട് ചെന്ന് മിണ്ടുന്ന ഒരു മനോഹരമായ സംസ്കാരം. റമളാൻ എന്താണെന്ന് തിരിയണം. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നത്, എന്നിട്ട് പറയാ, അള്ളാഹിന്റെ റസൂലേ, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്നെ ഇപ്പോഴും വിസ്മയിപ്പിക്കുന്നു, അത്ഭുതപ്പെടുത്തുന്നു. എന്താണ് തൽഹ നീ കണ്ട സ്വപ്നം? അപ്പൊ പറഞ്ഞു, ഇസ്ലാമിലേക്ക് ഒരേ ദിവസം വന്ന 2 സ്വഹാബിമാർ, അവരെന്റെ കൂട്ടുകാരാണ്, എനിക്ക് അവരറിയാം. 2 പേരും യുദ്ധത്തിന് പോയി, രക്തസാക്ഷിയായി. ഒരാൾ യുദ്ധത്തിൽ മരിച്ചില്ല, അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. 1 വർഷം കഴിഞ്ഞിട്ടാണ് അയാൾ സ്വാഭാവികമായി മരിച്ചു. രണാങ്കളത്തിൽ അയാൾ മരിച്ചില്ല. സ്വാഭാവികമായിട്ടും ഷഹീദനാണല്ലോ കൂലി. അതെനിക്കറിയാം. ഈ സഹാബി റസൂലുള്ളാഹിനോട് പറയാ, പക്ഷെ നബിയെ, ഞാൻ കണ്ട സ്വപ്നം ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ. സ്വർഗ കവാടത്തിൽ ഇവർ 2 പേരും നിൽക്കുന്നു. സഹാബത്തിന്റെ സ്വപ്നാണ് കേട്ടോ. സ്വപ്നത്തെ പറ്റി ആധുനിക ശാസ്ത്രം, മനഃശാസ്ത്രമൊക്കെ പറയുന്നത് നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണുന്ന. സഹാബികളൊക്കെ സ്വർഗം കിനാവ് കാണുന്നു എന്ന് പറഞ്ഞാൽ അതവരുടെ മനസ്സിന്റെ വല്ലാത്തൊരു മോഹമാണ്. അതുകൊണ്ട് തൽഹ തുടരുകയാണ്, ഞാനങ്ങനെ നിൽക്കുമ്പോ സ്വർഗത്തിന്റെ കവാടത്തിൽ മലക്ക് വന്നു, മലക്ക് തുറന്നു. എന്നിട്ട് രക്തസാക്ഷിയെ വിളിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ആദ്യം വിളിച്ചത് സ്വാഭാവികമായി മരിച്ചവനെ വിളിച്ചു. അവനങ്ങോട്ട് കേറി. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് രക്തസാക്ഷിയെ സ്വർഗത്തിന്റെ വാതിലിലൂടെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടത്. ഇതെന്നെ അത്ഭുതപ്പെടുത്തി. രക്തസാക്ഷിക്കല്ലേ നബിയെ കൂടുതൽ ശ്രേഷ്ഠത അവിടെ വേണ്ടത്? അതാണ് സംശയം. പുണ്യ നബി എപ്പം പറയുന്നൊരു മറുപടി, തൽഹാദിലൊരു അത്ഭുതവും നീ കരുതണ്ട. ആ മനുഷ്യന് കിട്ടിയതെന്തെന്നറിയോ? റമളാൻ, ഒരു റമളാൻ കൂടി അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഭൂമിയിൽ. അതിനനുസരിച്ച് അയാൾ പണിയെടുത്തു. സ്വർഗ കവാടങ്ങൾ തുറക്കും, നരക കവാടങ്ങൾ അടക്കുന്നൊക്കെ പറഞ്ഞാൽ അതിനനുസൃതമായ പണി നമ്മൾ എടുക്കണം എന്നാണ് അതിനർത്ഥം. നമുക്കൊരു പണിയില്ല, ഒരു അമലില്ല, അങ്ങനെ ആകുമ്പോ ഇതൊന്നും പറ്റൂല. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നതിന്റെ ഗൗരവം പറഞ്ഞു, നീ അത്ഭുതപ്പെടേണ്ട തൽഹ, 1 കൊല്ലം കൂടി അയാൾക്ക് റമളാൻ ഭൂമിയിൽ അല്ലാഹ് കൊടുത്തു. അതയാൾ ഉപയോഗിച്ചു. പരിശുദ്ധ ഖുർആൻ ബഖറ സൂറത്തിലെ 183-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിയമമായി. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുൻഗാമികൾക്ക് നോമ്പ് നിയമമായ പോലെ. എന്തിന്? ലഅല്ലക്കും തത്തഖൂൻ, ദോഷബാധയിൽ നിന്ന് നിങ്ങളെ തടുക്കാൻ.
ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ തടുത്തു നിർത്തണം. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകണം. തഖ്വ എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്യണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. എന്ത് റബ്ബ് പറഞ്ഞുവോ അത് നിർവഹിക്കുന്നു, എന്ത് അവൻ വിലക്കിയോ അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് തഖ്വ. അതുണ്ടാകുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്തിന്റെ? നോമ്പിന്റെ. ദോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പരിശീലനമാണ് നോമ്പ്. ആ തലത്തിലേക്ക് നോമ്പിനെ കൊണ്ടുപോകാൻ കഴിയണം. അതുകൊണ്ട് അള്ളാഹു നോമ്പ് നിയമമാക്കിയെന്നാണ് ഖുർആൻ പറയുന്നത്. മനസ്സിലെന്ത് തോന്നാൻ പാടില്ല. വലിയ ഇടങ്ങേറ് തന്നെയാണ് ഇപ്പൊ ഈ 1 മാസം നോമ്പ്, അതും ഈ ചൂടത്ത്. അത് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ കഥ കഴിഞ്ഞ്. റബ്ബും അവന്റെ പ്രവാചകനും ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അത് അവസാന വാക്കാം. മിമ്പറയിന്റെ പടവുകൾ കയറുമ്പോ അസാധാരണമായിട്ട് ഞങ്ങൾ ആമീൻ കേട്ടു. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ആമീൻ ഞങ്ങൾ കേട്ടു, ഒരു ദുആയും ഞങ്ങൾ കേട്ടില്ല. അപ്പൊ പറഞ്ഞു, ഞാൻ അങ്ങനെ കയറുമ്പോ ജിബ്രീല് വന്നു. ജിബ്രീല് ദുആ ചെയ്യുന്ന 3 ദുആകൾക്ക് ഞാൻ ആമീൻ പറഞ്ഞതാണ്. അപ്പോ എന്താണ് ദുആ? ഒന്ന്, റഗിമ അൻഫു അബ്ദിൻ നദറക അബവൈഹി ഔ വഹദഹുമാ ലം യുദ്ഖിൽഹുൽ ജന്ന. വീട്ടില് വാപ്പുണ്ട്, അല്ലെങ്കിൽ പ്രായമായ അമ്മണ്ട്, അല്ലെങ്കിൽ 2-ൽ ഒരാളുണ്ട്, അല്ലെങ്കിൽ 2 പേരുമുണ്ട്. ഇതുണ്ടായിട്ട് സ്വർഗത്തിൽ ഒരാള് പ്രവേശിച്ചില്ല. അല്ലാഹു അയാൾക്ക് കരുണയില്ലാതെ പോകട്ടെ അയാൾക്ക്. കാരണം അത് സ്വർഗാണെന്നാ പറയുന്നത്. അവര് ഖിദ്മത്ത് ചെയ്താൽ, അവരെ സേവിച്ചാൽ, അവരെ നോക്കിയാൽ, അവർക്ക് വേണ്ടി ത്യാഗം ചെയ്താൽ, അത് ചെയ്തില്ല എന്നുള്ള ഇയാൾ കുറ്റം. രണ്ടാമത്തെ ദുആ പറഞ്ഞത് റഹിമ അൻഫു അബ്ദിൻ ദഖല അലൈഹി റമളാൻ. റമളാൻ വന്നു, പക്ഷെ അയാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ഫലൻ യുഗ്ഫിറ ലഹു, ഒരു മാറ്റവും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. എല്ലാ മാസം വന്നു പോയ പോലെ റമളാനും അങ്ങോട്ട് പോയി. പിന്നെ പെരുന്നാൾക്ക് അവ്വൽ സഫലോ അങ്ങനെ തക്ബീർ എല്ലാം ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകതയൊന്നും അവന്റെ ജീവിതത്തിൽ കാണാനില്ല. ഒരു മാറ്റമില്ല, ഒരു സംസ്കാരവുമില്ല. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. തന്റെ ഫിത്നയും തന്റെ സകല ഏർപ്പാടുകളും അപ്പോഴും നിർബാധം തുടരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ റസൂലുള്ളാഹി പറയാണ്, അതാണ് ജിബ്രീലിന്റെ 2ാമത്തെ ദുആ. അതിന് ഞാൻ ആമീൻ പറഞ്ഞു. 3ാമതും അവിടുന്ന് ഒരു ദുആ നടത്തി. എന്റെ പേര് കേട്ടു ദുഖിർതു ഇൻദഹു, എന്നിട്ട് എനിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചില്ല. അങ്ങനത്തവനും അല്ലാഹുവിന്റെ കരുണ ഇല്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞപ്പോ ഖുൽതു ആമീൻ, അതിനും ഞാൻ ആമീൻ ചൊല്ലി. അത് റമളാനിന്റെ ഒരു ഫളായില് പറയുന്നിടത്ത് ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. അതിന്റെ ശ്രേഷ്ഠത ആ ജീവിതത്തിന്റെ കൂടെയാക്കുക. നോമ്പ് തുറപ്പിക്കുന്നതിന് വലിയ പുണ്യം പഠിപ്പിച്ചു. നിങ്ങൾ നോമ്പ് നോൽക്കുന്നതിന്റെ പുണ്യം ഒട്ടും കുറയൂല. നോമ്പ് നിങ്ങളൊരാളെ തുറപ്പിക്കുമ്പോ നിങ്ങൾക്ക് പുണ്യം കിട്ടും. ഒരു സഹാബി കരയാണത് കേട്ടപ്പോ, യാ റസൂലല്ലാഹ്, എന്നെ കൊണ്ട് കഴിയില്ല, ഒരു നേരത്തെ അന്നല്ലാത്ത മനുഷ്യൻ, ഞാനെങ്ങനെ ഒരാളെ നോമ്പ് തുറപ്പിക്കും? അപ്പൊ വന്ന് മറുപടി, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും ഒരു കാരക്കയുടെ ചീള് കൊടുത്താലും നിനക്കതിന്റെ പ്രതിഫലം അല്ലാഹു തരും. അദ്ദേഹത്തിന് സമാധാനമായി. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നുണ്ട്, അബ്ദുല്ലാഹ് ബിൻ ഉമർ ഓരോ ദിവസവും ഒരാളെങ്കിലും ഇല്ലാതെ നോമ്പ് തുറക്കാൻ വരൂല. നോമ്പ് തുറക്കാൻ വരുമ്പോ ഇബ്നു ഉമറിന്റെ കൂടെ ഒരാളുണ്ടാകും. ചിലപ്പോ ഞങ്ങളെ വീട്ടിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാവൂല, ഞാനും കുറച്ച് കഴിക്കും, എന്റെ അബ്ദുള്ളയും കുറച്ച് കഴിക്കും. വിരുന്ന് കൊണ്ടുവരുന്ന അതിഥിയെ ഞങ്ങൾ നന്നായി ഭക്ഷിപ്പിക്കും. അതൊരു സംസ്കാരത്തിന്റെ പേരാണ്. വിശ്വാസമുള്ളവനെ അത് നടക്കുള്ളൂ, അല്ലാത്തവന് കഴിയില്ല. സ്വാർത്ഥതയുടെ ലോകത്ത്, അവനവന്റെ കാര്യം നോക്കി നടക്കുന്ന ഒരു ലോകത്ത് മറ്റുള്ളവന്റെ വിശപ്പും ഒരു വിശപ്പാണ്, അവന്റെ വേദനയും ഒരു വേദനയാണ്, അവന്റെ കുടുംബവും ഒരു കുടുംബമാണ്, അവന്റെ കണ്ണുനീരും ഒരു കണ്ണുനീരാണ്. അങ്ങനെ സഹജീവിയോട് കാണിക്കുന്ന ആ കാരുണ്യത്തിന്റെ വിശാലമായ തലം അത് റമളാൻ മനുഷ്യന് പകർന്നു നൽകുന്നു. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുളിഉ അജ്റ മൻ അഹ്സന അമല.
വിശ്വസിച്ചവനും സുഹൃതം ചെയ്തവനും അവന്റെ ഒരു പ്രവർത്തനവും അല്ലാഹു പാഴാക്കൂല. അതുകൊണ്ട് എല്ലാ നന്മയും നമ്മൾ ചെയ്യുന്നു. അത് ചെയ്യുന്നതോടൊപ്പം ഉള്ളിലൊരു തേട്ടം വേണം, അല്ലാഹ് ഇത് നീ സ്വീകരിക്കണം. ജുമഅക്ക് വന്നിങ്ങനെ ഇരിക്കുക, ഇതൊന്ന് തീർന്നു കിട്ടിയിട്ട് അടുത്ത പണിന്ന് ആലോചിക്കണ്ട. പടച്ച റബ്ബേ, ഇരുത്തം നിന്റെ പൊരുത്തത്തിലാക്കണം എന്ന് ഉള്ളുന്ന ഒരു വിളിയാളം ഉണ്ടാകണം. അപ്പോഴതിന് ഫലായിലുണ്ടാകുന്നത്. ഖുർആനിലൊരു ആയത്ത് വന്നു, മുഅ്മിനൂൻ സൂറത്തിൽ 60-ാമത്തെ ആയത്ത്. അതിങ്ങനെ ഓതുന്നു പുണ്യനബി, വല്ലദീന യുഅ്തൂന മാ അതവ ഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവര് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഹൃദയം വറക്കുന്നുണ്ട്. അവരല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്നവര് ചിന്തിക്കുന്നുണ്ട്. ഇതാണ് ആയത്ത്. ആയിഷ ബീവി ചോദിച്ചു നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, അത് തെറ്റ് ചെയ്യുന്നവരെ പറ്റിയാണോ ആയത്ത്? അവര് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ മേലിൽ അവരുടെ ഹൃദയം വറക്കൊള്ളുന്നു, അല്ലാഹുവിലേക്ക് മടങ്ങുമെന്നവർക്ക് ബോധ്യമുണ്ടാകുന്നു. അപ്പൊ പറഞ്ഞു, ആയിഷ അല്ല, അത് നല്ല വിശ്വാസികളെ പറ്റിയാണ് ആയത്ത്. പിന്നെന്താണ് അവരുടെ ഹൃദയം വറകൊള്ളുന്നത്? ഒരു നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ അവരെ ഹൃദയം വറക്കും, റബ്ബേ ഇത് നീ സ്വീകരിക്കണമേ, എന്റെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കണം റബ്ബേ, എന്റെ നിസ്കാരം സ്വീകരിക്കണം റബ്ബേ, എന്റെ നോമ്പിന്റെ അമലുകൾ സ്വീകരിക്കണം റബ്ബേ, ഞാൻ ചെയ്ത ഹജ്ജ് സ്വീകരിക്കണം റബ്ബേ. ഇതൊക്കെ അള്ളാഹ് സ്വീകരിക്കണം എന്നുള്ള തേട്ടം അങ്ങനെ ഉള്ളുപടിയാണ്. പഠിച്ചോനെ, ഇതെങ്ങാനും സ്വീകരിക്കാതിരിക്കുവോ, ഇതെങ്ങാനും നീ പാഴാക്കി കളയുമോ എന്ന് പറയുന്നുണ്ട്. അതാണ് ആ തേട്ടത്തിന്റെ പൊരുൾ. പരലോകത്ത് 3 ആളുകളെ കൊണ്ടുവരുന്ന രംഗമുണ്ട്. അത് വല്ലാത്തൊരു രംഗമാണ്. നരകത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ്. അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്നൊക്കെ പറയാം. അന്തം വിട്ട് ജനങ്ങനെ നിൽക്കുക, ഒരാളെ നരകത്തിലേക്ക് ഇങ്ങിടുകയാണ്. അപ്പൊ ആളുകൾ അന്തം വിട്ട് നോക്കുകയാണ്. മഹാപണ്ഡിതനാണ് അയാളെ നരകത്തിക്കിടുക. വേറൊരാളെ നരകത്തിക്കിടുകയാണ്, അയാൾ ധർമ്മിഷ്ഠനാണ്. വേറെ ഒരാളെ നരകത്തിക്കിടുന്നു, അയാള് രക്തസാക്ഷിയുമാണ്. ജീവിതത്തിൽ ഇത്ര സുഹൃതം ചെയ്യുന്ന ആളുകൾ പറയാനാ. അപ്പൊ വിശദീകരിക്കണം എന്താ അങ്ങനെ സംഭവിക്കുന്നത്. നബി ഇത് പറഞ്ഞു കൊടുക്കണം സഹാബത്തിനോട്. അപ്പൊ പറഞ്ഞു കൊടുക്കണം, ആ പണ്ഡിതന്റെ കഥ നിങ്ങൾക്കറിയോ? അള്ളാഹു ഇൽമ കൊടുത്തു. അയാളെ ഉദ്ദേശം എന്തായിരുന്നു എന്നറിയോ? ആ ഇൽമ കൊണ്ട് ആളുകൾക്കിടയിൽ ഇങ്ങനെ വലിയ ഒരു ലോക പണ്ഡിതൻ എന്നിങ്ങനെ ആളുകൾ പറയണം. പുതിയ പുതിയ നാമപ്പേരുകൾ കൊണ്ട് അങ്ങനെ വിശേഷണങ്ങൾ ചാർത്തണം. ആലിമുൽ അല്ലാമ എന്ന് ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ സാഗൂതം പുഞ്ചിരി തൂകണം. ലക്ഷ്യം മാറിപ്പോയി, അറിവിന്റെ ലക്ഷ്യം മാറിപ്പോയി. അതുകൊണ്ട് അയാള് നരകത്തിലാണ്. അപ്പൊ രക്തസാക്ഷിയോ നബിയേ? അയാള് ദീനിന് വേണ്ടി യുദ്ധം ചെയ്തവനായിരുന്നില്ല. ആളുകൾ പറയണം എന്നെ പറ്റി, ഞാനൊരു നല്ല യോദ്ധാവാണ്, ഞാനൊരു ഗജവീര പോക്കിരിയാണ്, എന്നെ തടുക്കാൻ ആരുണ്ട്? എന്റെ മുമ്പിൽ എല്ലാവരും നിസ്സാരമാണ്. അവര് തോന്നലാണ് അയാളെ നയിച്ചത്. അതുകൊണ്ട് അയാൾക്ക് നരകം കൊടുത്തു. ദാനധർമ്മം ചെയ്തവനെ പറ്റി അവര് ചോദിച്ചു, അയാൾ ചെയ്തത് നല്ല കാര്യം, പക്ഷേ അയാളെ ഉദ്ദേശം മാറിപ്പോയി. ആളുകൾക്കിടയിൽ ഒരു പേരുണ്ടാകണം, ജനത ആളുകൾ പറയണം. അതുകൊണ്ട് ഉദ്ദേശശുദ്ധി വളരെ പ്രധാനമാണ്. നമ്മൾ ഏത് അമലിനും അത് പ്രധാനമായ തലമാണ്. നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹുവേ ഇത് നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ, ഈ കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. പരിശുദ്ധ കഅബാലയം കാണുമ്പോ ഒരു മനുഷ്യന്റെ ദുആ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത് നിർമ്മിച്ച മനുഷ്യന്റെ ദുആയാണ്. കൂടെ അദ്ദേഹത്തിന്റെ ചാരത്ത് അദ്ദേഹത്തിന്റെ പൊന്നുമകനുമുണ്ട്. മാനത്തേക്ക് കൈ ഉയർത്തിയിട്ടൊരു ദുആയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ. ഏത്? കഅബയുടെ നിർമ്മാണം. ഇതിന് കൂലി തരണം റബ്ബേ എന്നാണ്. അവരോട് കഅബ നിർമ്മിക്കാൻ പറഞ്ഞതാ, എന്നിട്ടാണ് അവര് ചെയ്തത്. പക്ഷെ എന്നിട്ടൊരു ദുആ, അല്ലാഹ് ഇത് സ്വീകരിക്കണം.
ഏത് കാര്യം അങ്ങനെയാണ്. നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, അതൊക്കെ അങ്ങ് സ്വീകരിക്കുമ്പോ ഉലൈക ലഹും ജന്നാത്തു അദ്ൻ, ശാശ്വതമായ സ്വർഗത്തിൽ അവരെത്തും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, മനോഹരമായ നദികൾ താഴ്വാരങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. അവിടെ ഇരിക്കുമ്പോ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബ്, സ്വർണത്തിന്റെ വളകൾ അവരെ അല്ലാഹു അണിയിച്ചു കൊടുക്കുകയാണ്. അത് അധികാരത്തിന്റെ ചിഹ്നമാണ്. പേർഷ്യയുടെ രാജാക്കന്മാർ കിസ്റയും കൈസറും ഒക്കെ അന്ന് അധികാര ചിഹ്നമായിട്ട് സ്വർണവളകൾ ഉപയോഗിച്ചിരുന്നു. ആ ആയത്ത് അങ്ങനെ തന്നെ ഈ പാവങ്ങളായ 2 നേരത്തെ അന്നം കഴിക്കാൻ ഭാഗ്യമില്ലാതെ പോയ പട്ടിണി പാവങ്ങളോട് പറയാണ്, അവിടെ എത്തുമ്പോ നിങ്ങൾ ഇതാ സുഹൃതം ചെയ്തവരാണ്. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബ് വയൽബസൂന സിയാബൻ ഖുളറൻ മിൻ സുന്ദുസിൻ വഇസ്തബറഖ്, പച്ച നിറത്തിലുള്ള പട്ട് നിങ്ങളെ അവിടെ നിന്ന് ധരിപ്പിക്കും. ആ പട്ടിന്റെ 2 ഇനങ്ങളും നിങ്ങൾ ധരിക്കും. കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും നേരിയ പട്ടും നിങ്ങൾ ആ സ്വർഗത്തിൽ ധരിക്കും. പോരാ, മുത്തക്കിഈന ഫീഹാ അലൽ അറായിക്, സ്വർഗത്തിലെ സോഫകളിൽ നിങ്ങൾ ചാരിയിരിക്കുന്നതാണ്. അത് കേൾക്കുമ്പോ സഹാബിയുടെ കണ്ണ് നനയും. ജീവിതത്തിൽ അവര് സോഫ കണ്ടിട്ടില്ല, അതിലിരുന്നിട്ടുമില്ല. എവിടൊക്കെയോ ആരൊക്കെയോ പറയുന്നത് കേട്ടു. ചില കൊട്ടാരങ്ങളിൽ പോയി വന്നവർ കണ്ടു സോഫ. ആ അരീക്കാതിലാണ് നിങ്ങൾ സ്വർഗത്തിലിരിക്കുന്നത്. നിഅമസ്സവാബ്, അല്ലാഹുവിന്റെ പ്രതിഫലം എത്ര നല്ലതാണെന്നറിയുമോ? വഹസുനത്ത് മുർത്തഫഖ, എത്ര ഉന്നതമായ സ്ഥാനമാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നറിയുമോ? കഹ്ഫ് സൂറത്തിലുള്ള ആയത്താണ്. അവിടേക്ക് എത്തണം നമ്മൾ. അതിന് നമ്മളെ നോമ്പ് പ്രചോദനമാകണം, നമ്മുടെ അമലുകൾ പ്രചോദനമാകണം. അല്ലാഹു 2 ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം.